ഒരു 3 ദിവസം മുമ്പ് വരെ നമ്മുടെ ന്യൂസ് മൊത്തം ഉണ്ണികൃഷ്ണൻ പോറ്റിയും വാസുവും ഒക്കെ ആയിരുന്നു. ഇപ്പൊ അതെല്ലാം മാറിപ്പോയി. അപ്പൊ ഈ സമയത്ത് ഇത് വരിക, രാഹുലിന്റെ ആ കേസും സ്ഥാനങ്ങളൊക്കെ കോടതിയും അതിന്റെ വഴിക്ക് നടന്നോട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പുകമറ സൃഷ്ടിക്കുക. കാരണം ശബരിമല എന്ന് പറയുന്നത് സ്വർണ്ണപ്പാളി ആയിരുന്നു ഇവിടുത്തെ എല്ലാവരുടെയും നാവുകളിലും മീഡിയയിലും ഒക്കെ. പെട്ടെന്ന് ഇതിപ്പോ മൊത്തം സീൻ മാറി. ഇപ്പം രാഹുൽ വിവാദം യുഡിഎഫിന്റെ സാധ്യതകൾ കുറച്ചോ? അല്ലെങ്കിലും രാഹുൽ വിവാദം എന്ന് പറയുന്നത് സാധ്യതകളൊന്നും കുറയ്ക്കത്തൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയല്ലല്ലോ യുഡിഎഫിന്റെ ഭാവി തീരുമാനിക്കുന്നത്. ഇവിടെ ഈ സർക്കാർ ഇത്രയും ഒരു എന്താ പറയുന്നത്, ഒരു കിരാത ഭരണം എല്ലാ മേഖലകളിലും മനുഷ്യ ജീവിതം ബുദ്ധിമുട്ടിലാക്കി. കറണ്ട് വില കൂട്ടുന്നു, വെള്ളക്കരം കൂട്ടുന്നു, ഭൂനികുതി കൂട്ടുന്നു. ഇവരുടെ ഭരണ കെടുകാര്യസ്ഥതയും ഇവരുടെ വിവരമില്ലായ്മയും ഈ ജനങ്ങളുടെ മുതുകത്ത് കെട്ടിവെക്കുക. ഇവിടെ എത്ര സർക്കാരുകൾ ഇവിടെ ഭരിച്ചിട്ടുണ്ട്? ഇത്രയും മോശമായ ഒരു സർക്കാർ വന്നിട്ടുണ്ടോ? അപ്പം ഈ രാഹുൽ മാങ്കൂട്ടമല്ല ഇവിടെ കറണ്ടിന് വില കൂട്ടിയത്. രാഹുൽ മാങ്കൂട്ടമല്ല ഇവിടെ ഭൂനികുതി കൂട്ടിയത്. രാഹുൽ മാങ്കൂട്ടമല്ല കേന്ദ്രത്തിൽ സർക്കാർ പെട്രോളിന്റെ വില കുറയ്ക്കുമ്പം ഇവിടെ സെസ് കൂട്ടി വീണ്ടും വില കൂട്ടുന്നത് രാഹുൽ മാങ്കൂട്ടമല്ല, അത് കൂട്ടുന്നത് ഇവിടുത്തെ സർക്കാരാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെടുത്ത്. ഒരേ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, കേരള കോൺഗ്രസ് എമ്മിനെ തിരിച്ചെത്തിക്കുന്നത് സംബന്ധിച്ച് ഇന്നലെ പല നേതാക്കളെ നമ്മൾ കണ്ടു, ചോദിച്ചു, അതൊക്കെ കാത്തിരുന്ന് കാണൂ എന്നാണ് പറയുന്നത്. അതെ, കേരള കോൺഗ്രസ് എം ഇപ്പൊ UDF-ലേക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും പോന്നോട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്. സ്വാഗതം ചെയ്യുന്നു ആ ശ്രമങ്ങളെ. മുന്നണിക്ക് ശക്തി പകരുന്ന ഏതൊരു കാര്യത്തിലും കേരള കോൺഗ്രസ് എതിരെ നിൽക്കുകയല്ല. പക്ഷെ ഇവിടെ വന്നത് നരകത്തിൽ എന്താ പറയുന്നത് നരകം കലക്കുവാനുള്ള ഒരു മൂവാണെങ്കിൽ ഇവിടെ വന്ന് ഇപ്പം ഏതാണ്ട് സമാധാനത്തോടൊക്കെയാണ് കേരള കോൺഗ്രസ് പോകുന്നത്. കേരള കോൺഗ്രസ് അല്ല, ഇവിടെ UDF പോകുന്നത്. വലിയ തർക്കങ്ങളൊന്നുമില്ല, എല്ലാ പാർട്ടികളും നല്ല രീതിയിൽ മുന്നോട്ട് പോകും. നിങ്ങൾ UDF-ൽ തൃപ്തരാണ്? UDF-ൽ തൃപ്തരാണ്. പിന്നെ തീർച്ചയായിട്ടും UDF നല്ലൊരു മുന്നണിയല്ലേ, ഇത്രയും നല്ല നേതൃത്വവും. ടീം UDF ആണോ? ടീം UDF ആണ്. അവർ വന്നപ്പോ സമാധാനം പോകും എന്നാണോ? സമാധാനം പോകുന്ന കഴിഞ്ഞാൽ തർക്കങ്ങൾ ഉണ്ടായേക്കാം, ഞാൻ പറഞ്ഞതല്ല. UDF-ന് ശക്തി കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് സ്വാഗതം ചെയ്യും. പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ UDF-ൽ മൊത്തം അഴിയാണ് ബഹളമാണെന്നൊക്കെ പറയും. നമ്മൾ ഈ കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് എല്ലാവരും പറയുന്നത് 6-7 നേതാക്കന്മാരുണ്ട്, എല്ലാവരും ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു. ഞാൻ അതിൻ്റെ ഒരു ചോദ്യം ചോദിക്കുന്നു. ഇന്ത്യയിൽ പാർട്ടിയിലുള്ള 6-7 നേതാക്കന്മാരിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഇത്രയും നേതാക്കന്മാരും നേതൃഗുണമുള്ളവരെ ഏത് പാർട്ടിയിലാണ് ഉള്ളത്? ആലോചിച്ച് നോക്കുക. ഇവിടുന്ന് നമ്മൾ സംസ്ഥാനം വിട്ട ഇവിടെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയ പിന്നെ ആരാണ് നേതാവ്? ഇല്ല. സ്റ്റാലിൻ പോയാൽ പാർട്ടി തീർന്നു, മോദിജി പോയാൽ അത് തീർന്നു, നിതീഷ് കുമാർ പോയാൽ അത് തീർന്നു. ഇത്രയും ജനാധിപത്യമായ രീതിയിൽ യോഗ്യതയുള്ള, ക്വാളിഫിക്കേഷനുള്ള, ഭരണമികവുള്ള, മുഖ്യമന്ത്രിയായ യോഗ്യതയുള്ള പാർട്ടി കോൺഗ്രസ് പാർട്ടി. ഇല്ല, തലവേദനയൊന്നും ആകത്തില്ല. അത് കോൺഗ്രസിന്റെ ന്യൂനതയല്ല, അത് കോൺഗ്രസ് പാർട്ടിയുടെ മേന്മ തന്നെയാണ്, മേന്മയാണത്. ഇത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 6 മാസമേ ഉള്ളൂ. തൊടുപുഴ മണ്ഡലത്തിൽ നിന്ന് അപ്പുന്റെ പേര് ഞങ്ങൾ കേൾക്കുമോ? തൊടുപുഴ മണ്ഡലത്തിൽ നിന്ന് പേരുകളൊക്കെ ആ സമയമാകുമ്പം പാർട്ടി തീരുമാനിക്കും. പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കാൻ റെഡിയാണ്. പാർട്ടി തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും മത്സരിക്കാൻ റെഡിയാണ്. അച്ഛൻ വീട്ടിലില്ലേ? ആ, വീട്ടിലുണ്ട്. അപ്പച്ചൻ വീട്ടിലുണ്ട്. പിന്നെ അപ്പച്ചനെ എല്ലാം ഇപ്പം നമ്മുടെ കേരള കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്ന എല്ലാ ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിലും ഇടുക്കിയും തൊടുപുഴയും പത്തനംതിട്ടയും ആലപ്പുഴ ജില്ല, ഇടുക്കിയും കോട്ടയവും പത്തനംതിട്ടയും ആലപ്പുഴ ജില്ലയിലുള്ള എല്ലാ സീറ്റുകളിലും അപ്പച്ചൻ തന്നെ നേരിട്ടിറങ്ങി മുന്നോട്ടിറങ്ങി നിന്ന് നേതൃത്വം കൊടുത്ത് അവിടെ പ്രചരണം കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ഹെൽത്ത് ഒക്കെ ഓക്കെയാണ്. നമുക്ക് പറ്റിയാ ഒന്ന് പോവാല്ലേ? ഞങ്ങളൊന്ന് വരാം. അപ്പോ എല്ലാ ഭാവുകങ്ങളും എല്ലാ ആശംസകളും നേരുന്നു. തൊടുപുഴയിൽ നിന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അങ്ങനെ ഒരു അപ്പുൻ ജോൺ ജോസഫ് MLA എന്ന ഒരു കാഴ്ച കാണാൻ കഴിയട്ടെ. ആ സമയമാകുമ്പോഴത്തേക്കും പാർട്ടി തീരുമാനിച്ചോളൂ. ശരി, എനിവേ താങ്ക് യു അപ്പു ജോസഫ്. അപ്പോ കേരള കോൺഗ്രസിന്റെ സാധ്യതകൾ മാത്രമല്ല UDF-ന്റെ തൊടുപുഴയിലെ വലിയ പ്രതീക്ഷകളൊക്കെയാണ് അദ്ദേഹം പങ്കുവച്ചത്. വലിയ കോൺഫിഡൻസിലാണ്.